എൻ്റെ പുറകെ കാണുന്ന ആ കൊച്ചു കെട്ടിടം കണ്ട, അത് വെറും ഒരു കെട്ടിടമല്ല, ഒരു 75 വർഷം പഴക്കമുണ്ട്. 1951 സ്ഥാപിതമായിട്ടുള്ളതാണ്. ഒരു ചരിത്ര രേഖയും കൂടിയാണ്. അല്ലെങ്കിൽ സാധാരണക്കാരൻ്റെ ഒരു കാലഘട്ടത്തെ അത്താണിയും കൂടിയായിരുന്നത്. അതിനാണ് പറഞ്ഞത് റേഡിയോ കിയോസ്ക്, അങ്ങനെയാണ് കറക്റ്റാണെന്ന് തോന്നുന്നത്. താഴെ എഴുതി കാണിക്കാം, ഇംഗ്ലീഷ് അത്ര പോരാ. അതായത് ഒരു കാലഘട്ടത്തിൽ ടി വിയും മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത സമയത്ത് വാർത്തകൾ അറിയാൻ വേണ്ടി, സാധാരണക്കാർക്ക് വാർത്തകളും വിനോദങ്ങളൊക്കെ കേൾക്കാനും അറിയാൻ വേണ്ടിയുള്ള ഒരു കെട്ടിടമായിരുന്നത്. ഇതുള്ളത് ഫോർട്ട് കൊച്ചിയിൽ നെഹ്റു പാർക്ക് ഉണ്ടല്ലോ, അതായത് ഓൾഡ് ഹാർബർ ഹോട്ടലിനോട് ചേർന്നുള്ള നെഹ്റു പാർക്കിൻ്റെ അതിൻ്റെ അകത്തുണ്ട്. ഇനി വരുമ്പോൾ ഒന്ന് കയറി കാണുക. അതുകൂടാതെ ഇവിടെ ഫിറ്റ്നസ് പാർക്ക് എന്ന് പറഞ്ഞിട്ട് ഹെൽത്ത് ക്ലബ്ബും കൂടിയുണ്ട്. സൺഡേസിലൊക്കെ അവർ പാട്ട് പാടുന്നുണ്ട് ലൈവ്. അപ്പോൾ അവരുടെ ചെറിയൊരു വിശേഷം, അതായത് അവരെ പരിചയപ്പെടാൻ പറ്റിയില്ല, അടുത്ത തവണ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. ഈ ബിൽഡിംഗ് കാണാതെ പോരുത്, ഇതൊക്കെ ചരിത്ര രേഖയാണ്, കുട്ടികളൊക്കെ കാണിക്കുക. ഞാൻ ഉദ്ദേശിച്ചത് ബിൽഡിങ്ങിൻ്റെ ഭംഗിയല്ല കേട്ടോ, കാരണം ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുന്നതാണ്. അത് പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ അവർ ഫോണും നെറ്റും ഈ പറഞ്ഞ പോലെ വാട്സപ്പും ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നൊരു കാലഘട്ടത്ത് അതിന് മുമ്പ് ഇങ്ങനൊരു കാലം കടന്നുപോയി എന്നുള്ളത് അവരെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ പാർക്കാണ്, അവിടെയൊക്കെ കുറച്ച് നേരം ചിലവഴിക്കാം. ബീച്ചുണ്ട്, പിന്നെ ഇതേപോലെ പുരാതന പള്ളികളും പിന്നെ ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി. ഞാൻ ഇതിനു മുമ്പും ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ദൂരെയൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് രാവിലെ ചിലവഴിക്കുന്നത്. ഒരു ചായ കുടിച്ച് കറങ്ങി നടക്കും, പുതിയ പരിചയക്കാരെ കിട്ടും. ഏതായാലും ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ചരിത്രത്തിൽ അറിയപ്പെടുത്തുന്ന ഒരു ബിൽഡിംഗ് ഉള്ള കാര്യം ഞാനിപ്പോഴാണ് അറിയുന്നത്. അത് നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിയാൽ അതിയായ സന്തോഷം. അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടി തീർച്ചയായിട്ടും എൻ്റെ അക്കൗണ്ട് ഫോളോ ചെയ്യുക.